ഇളമ്പുളശ്ശേരി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ സമർപ്പണവും പ്രഥമ പുരസ്കാര വിതരണവും നടന്നു. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. എന്നെയൊക്കെ എൻ്റെ പിതാവ് പഠിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ തൊഴുകുമ്പോൾ ഒരു നായ പൈസ നിലത്ത് വീണത് കണ്ടാൽ അതെടുത്ത് പണ്ണാനത്തിൽ ഇടണം, അല്ലെങ്കിൽ കൗണ്ടറിൽ ഏൽപ്പിക്കാൻ എന്നാണ് എന്നെയൊക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കുറേ കൂടെ ശ്രദ്ധ എടുക്കും. ഇപ്പോൾ തന്നെ പല ക്ഷേത്രങ്ങളിലൊക്കെ ദേവസ്വം കമ്മീഷനൊക്കെ ഒഴിവ് വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ആളെങ്കിലും ഉണ്ട്. കാരണം കക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ളവരെ വെച്ചാൽ അതിൻ്റെ ദോഷം എനിക്കും കിട്ടുന്നതാണ് വിശ്വാസം. ഞാൻ വിശ്വാസി ആയതുകൊണ്ടാണ് ഈ പറഞ്ഞത്. വിശ്വാസി ആയതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യും. കാരണം നമ്മൾ വെച്ച ഒരാൾ ക്ഷേത്രത്തിൻ്റെ ഒരു പൈസ കണ്ടാൽ ആ കക്കുന്ന ആൾക്ക് കിട്ടുന്ന ശിക്ഷയുടെ പകുതി എനിക്ക് കിട്ടും. അതുകൊണ്ട് ഞാനെപ്പോഴും പറയും, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ ശ്രദ്ധിക്കണം. വിശ്വാസിയാണോ കക്കുവോ? വിശ്വാസിയാണ് കക്കില്ല ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ വയ്ക്കുമ്പോൾ മാത്രമല്ല, അംഗങ്ങളായി വരുന്നവരും എല്ലാ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക്. ഇപ്പം തന്നെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ശബരിമലയെ കുറിച്ചാണ് പബ്ലിസിറ്റി കിട്ടുന്നത്, പക്ഷേ മറ്റു പല ക്ഷേത്രങ്ങളിലും ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പരാതി, അവിടെ ദേവന്റെ വിലപ്പെട്ട ചില കാര്യങ്ങൾ കാണാനില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നോമിനിയായ, ഞാൻ പേര് പറഞ്ഞത്, അദ്ദേഹം എന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ എഴുതപ്പെട്ടു പോയി, ഇങ്ങനെയൊക്കെയാണോ ക്ഷേത്രങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ വളരെ നമുക്ക് ഇതൊക്കെ സുതാര്യമായി കൊണ്ടുവരണം. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കണം. ഇവിടെ നിങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ വരുമാനം കൊണ്ടാണ് ഇവിടെ എൻ്റെ പ്രതിഷ്ഠാപാത ഒരുക്കിയതും ഓഡിറ്റോറിയം കിട്ടിയതും. അതുപോലത്തെ ഒരു വിശ്വാസിയായിട്ടുള്ള ദേവസ്വാമിയുടെ ഭാര്യയാണ് ഇവിടെ ഓഡിറ്റോറിയം സമർപ്പിച്ചത്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. പുതിയതായി നിർമ്മിച്ച ശ്രീകോവിൽ, ചുറ്റമ്പലം, കൃഷ്ണശില, പതിച്ച തിരുമുറ്റം, പ്രദക്ഷിണ വഴി, ആധ്യാത്മിക ഹാൾ എന്നിവയുടെ സമർപ്പണമാണ് നടന്നത്. ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്ന ചടങ്ങാണ് ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നു. ക്ഷേത്രം നൽകുന്ന അണ്ടലാടി നാരായണ നമ്പൂതിരിപ്പാട് സ്മാരക പ്രഥമ പുരസ്കാര വിതരണവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. സിനിമാ സംവിധായകൻ VS ശ്രീകുമാർ പ്രഥമ ഭദ്രായനം പുരസ്കാരം ഏറ്റുവാങ്ങി. കെ പ്രേംകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നല്ല സ്വീകാര്യതയും പിന്തുണയും നൽകിയ ജനങ്ങളാണ് എളമ്പുളശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ വിനയത്തോടുകൂടി ഓർക്കുകയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ നാട്, സമൂഹം വളർന്നു മുന്നേറുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇന്നലെ ജീവിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യത്തിനും അന്തരീക്ഷത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ്. നമ്മുടെ വീടായാലും വീടിന്റെ ചുറ്റുപാടുകളായാലും ഒക്കെ ഉറപ്പുള്ളതും വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായ ഒരവസ്ഥയിൽ മുന്നോട്ട് പോകണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അത് ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാടിന്റെ പൊതു ഇടങ്ങളെല്ലാം, മനുഷ്യർ ഒത്തുചേരുന്ന ഇടങ്ങളെല്ലാം കൂടുതൽ വൃത്തിയുള്ളതും ഭംഗിയുള്ളതും ആകർഷകമായതും മനുഷ്യർക്ക് ഒത്തുചേരുമ്പോൾ സന്തോഷം തരുന്നതുമായിട്ടുള്ള ഇടങ്ങളാവുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതും നാം അതിന് പ്രാമുഖ്യം നൽകുന്നതുമാണ് എന്നത് കൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, A രാമസ്വാമി, M ദണ്ഡപാണി, R വേണുഗോപാൽ, PK കണ്ണനുണ്ണി, KT രാമചന്ദ്രൻ, P ഹരിഗോവിന്ദൻ, PM നാരായണൻ, സുരേഷ് തെങ്ങിൻതോട്ടം, P രാധാകൃഷ്ണൻ, C വിജിത, MV ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് മഹാഭഗവതി സേവയും വയലിൻ ഫ്യൂഷനും നടന്നു. ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും 13 ദിവസം നീണ്ടു നിൽക്കുന്ന വിശേഷാൽ ക്രിയകളോടെയാണ് നടക്കുന്നത്. നവീകരണ കലശത്തോടനുബന്ധിച്ച് ജൂലൈ 18 വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറും. CCN കടമ്പഴിപ്പുറം.